ഹായ് ഫ്രണ്ട്സ്, ഒരു വിചിത്ര ഗണത്തിൽപ്പെട്ട ഈ വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്താണ് ഈ വാക്കിൻ്റെ പ്രത്യേകത? അർത്ഥം മാറുമ്പോൾ ഈ ഗണത്തിൽപ്പെട്ട വാക്കുകളുടെ ഉച്ചാരണവും മാറുന്നു. നോക്കാം ഇതിൻ്റെ അർത്ഥങ്ങൾ. അതിഥികൾ സ്വയം വിളമ്പിയെടുത്ത് ഭക്ഷണം കഴിക്കുന്ന വിരുന്ന്, ലഘുഭക്ഷണം വാങ്ങുകയും കഴിക്കുകയും ചെയ്യാവുന്ന മുറി അല്ലെങ്കിൽ സ്ഥലം, കത്തി, കപ്പുകൾ തുടങ്ങിയവ വയ്ക്കാനുള്ള തട്ട് അല്ലെങ്കിൽ ഷെൽഫ്, തീവണ്ടിയിലെ ലഘുഭക്ഷണമുറി. ഒരു ഉദാഹരണത്തിന്, We filled our plates with salads and grilled meats at the wedding buffet. ഭക്ഷണവുമായി ബന്ധപ്പെട്ട അർത്ഥം വരുമ്പോൾ ഈ വാക്കിൻ്റെ ഉച്ചാരണം ബുഫേ എന്നാണ്. BUFFET ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ബുഫേ എന്നല്ല, ബുഫേ. മറ്റൊരർത്ഥം, മുഷ്ടി കൊണ്ടുള്ള ഇടി, മുഷ്ടി ചുരുട്ടി ഇടിക്കുക, ഇടതടവില്ലാതെയുള്ള പ്രഹരം, അന്തരീക്ഷക്ഷോഭം നിമിത്തമുള്ള വിമാനത്തിൻ്റെ ചാഞ്ചാട്ടം. ഉദാഹരണത്തിന്, The city was buffeted by a strong wind this morning. ശക്തമായ പ്രഹരം, ഇടി എന്നീ അർത്ഥങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഉച്ചാരണം ബഫിറ്റ് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. BUFFET. ആദ്യത്തേത് ബുഫേ, ഇപ്പോഴത്തേത് ബഫിറ്റ്. അങ്ങനെ ഒരേ സ്പെല്ലിംഗ് ഉള്ള ഈ വാക്ക് ഭക്ഷണവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ബുഫേ എന്നും, ശക്തമായ പ്രഹരം എന്നർത്ഥം വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ബഫിറ്റ് എന്നുമാകുന്നു. ഒരേ സ്പെല്ലിംഗ്, എന്നാൽ അർത്ഥം മാറുമ്പോൾ ഉച്ചാരണവും മാറുന്ന സ്വഭാവമുള്ള ഒരു വാക്കാണിത്. ഇത്തരം വാക്കുകളെ ഹെട്രോണിംസ് അല്ലെങ്കിൽ ഹെട്രോഫോൺസ് എന്ന് വിളിക്കുന്നു. ഈ ഗണത്തിൽപ്പെട്ട പല വാക്കുകളുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറയാം. മൈന്യൂട്ട്, അർത്ഥം ചെറുത്, അതേ സ്പെല്ലിംഗ്, ഉച്ചാരണം വ്യത്യാസം. മിനിറ്റ്. ലിവ്, LIVE, ജീവിച്ചിരിക്കുക, ഉച്ചാരണം മാറുന്നു. ലൈവ്, അർത്ഥം ലൈവ് ബ്രോഡ്കാസ്റ്റ്, തത്സമയ സംപ്രേഷണം. ഗുഡ് ബൈ.